ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൗലോസ് പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രീക്ക് ഭാഷയിൽ ഒയ്ക്കോമനൈ എന്ന പ്രയോഗമാണ് വ്യവസ്ഥ എന്നതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒയ്ക്കോസ് അഥവാ വീട്, നോമോ അഥവാ നിർവഹിക്കുക, നിയന്ത്രിക്കുക എന്ന പദങ്ങൾ ചേർന്നാണ് ഈ പദം രൂപപ്പെട്ടിട്ടുള്ളത്. അതായത് ഹൗസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നെല്ലാം അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃപയുടെ വ്യവസ്ഥ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തന്നിരിക്കുന്നു എന്ന് പരാമർശിച്ചുകൊണ്ട് ഇവിടെ പൗലോസ് തൻ്റെ അപ്പോസ്തലിക ദൗത്യത്തെ ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് എനിക്കൊരു വ്യവസ്ഥ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ തെളിവായി ഈ പ്രയോഗത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിൽ ഈ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് മാനേജ്മെൻറ്റ് ഇൻ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന വലിയ ആശയത്തെ ഉൾക്കൊള്ളുന്നു. പൗലോസ് ഇതിനെ ദൈവത്തിൻ്റെ രക്ഷയുടെ ഭരണ പദ്ധതിയിലേക്ക് ഉയർത്തി പൗലോസ് ക്രിസ്തുവിലെ രക്ഷയെ വ്യക്തിപരമായ അനുഭവമല്ല എന്നും ദൈവം ലോകത്തിന് നൽകിയ സമഗ്രമായ ഭരണ പദ്ധതിയാണ് എന്നും അവതരിപ്പിക്കുന്നു. ഇന്നത്തെ സഭയുടെ ദൗത്യം ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ പങ്കാളികളാകുക എന്നതും കൃപ മുഖാന്തരം രക്ഷ സാധ്യമാണെന്ന സന്ദേശം പ്രഘോഷിക്കുകയുമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.